അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ മുഹറം മാസത്തിലെ വളരെയേറെ ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് മുഹറം 10. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രത്യാശ നൽകുന്ന ഒരു ദിവസം. മുൻഗാമികളായ പ്രവാചകന്മാരടക്കമുള്ള ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ വിജയങ്ങൾ സമ്മാനിച്ച, വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഒരു ദിവസം. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ റബ്ബിനോട് തുറന്നു പറയാൻ ആ ദിവസം ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ കൂടുതൽ നന്മകൾ വർദ്ധിപ്പിച്ച് റബ്ബിലേക്ക് അടുക്കാനും ആ ദിവസത്തെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ പകലിൽ നോമ്പ് നോക്കൽ ശക്തമായ സുന്നത്താണ്. മുൻഗാമികളായ പ്രവാചകന്മാരടക്കമുള്ള ആളുകൾ ആ ദിവസത്തിൽ നോമ്പ് നോറ്റിരുന്നു എന്നുള്ളതാണ് ചരിത്രം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സിയാമു യൗമി ആശുറ അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ സനതല്ലതി ഖബല. ആശുറ ദിവസത്തിലെ നോമ്പ് ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കാൻ കാരണമാകുമെന്ന്, അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ പ്രത്യേകമായും നാം നോമ്പെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സൂമു യൗമ ആശുറ വഖാലഫു ഫീഹിൽ യഹൂദ് സൂമു ഖബ്ലഹു യൗമൻ ഔ ബഅദഹു യൗമ. നിങ്ങൾ 10-ാം ദിവസത്തിൽ നോമ്പെടുക്കുക. നിങ്ങൾ യഹൂദികളോട് എതിരാവുന്നതിന് വേണ്ടി ആ 10-ന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ഒരു നോമ്പെടുക്കുക എന്ന്. അതുകൊണ്ട് തന്നെ 10-ന് മാത്രം നോമ്പെടുക്കുക എന്നത് ഒഴിവാക്കി 10-നും 9-നും അല്ലെങ്കിൽ 10-നും 11-നും നോമ്പെടുക്കാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ 3 നോമ്പും എടുക്കൽ സുന്നത്താണ് എന്ന് മഹാന്മാർ നമ്മോട് വിവരിക്കുന്നുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മറാത്തിബു സിയാമിഹി സലാസ. ഈ നോമ്പിൻ്റെ തട്ടുകൾ 3 വിധമാണ്. അക്മലുഹ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അയ്യുസാമ ഖബ്ലഹു യൗം വബഅദഹു യൗം. ആ 10-ാം ദിവസത്തിൻ്റെ മുമ്പും ശേഷവും ഓരോ നോമ്പെടുക്കുക എന്നുള്ളതാണ്. അതായത് മുഹറം 9-നും 11-നും കൂടി നോമ്പെടുക്കുക എന്നുള്ളത്. വയലിഹി, അതിനോടടുത്തത് അയ്യുസാമ താസിഉ വൽ ആശിർ, 9-നും 10-നും നോമ്പെടുക്കുക എന്നുള്ളതാണ്. അതിനാണ് കൂടുതൽ ഹദീസുകൾ ഉള്ളത് എന്നും മഹാനബർകൾ വിശദീകരിക്കുകയാണ്. വയലിഹി, അതിനോടടുത്തത് ഇഫ്രാജുൽ ആശിരി വഹദഹു ബിസ്സൗം, മുഹറം 10-ന് മാത്രം നോമ്പെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ 3 ദിവസം നോമ്പെടുക്കാൻ പറ്റുന്നവർ അങ്ങനെയും, അല്ലാത്തവർ 2 ദിവസമെങ്കിലും പരമാവധി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് കഴിയാത്തവർ ഒരു നോമ്പെങ്കിലും എടുക്കണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല ആ ദിവസത്തിൽ കുടുംബബന്ധം ചേർക്കൽ, കുടുംബത്തിന് വിശാലത ചെയ്യൽ വളരെയേറെ പുണ്യമാണ്. അങ്ങനെ ആ ദിവസത്തിൽ കുടുംബങ്ങൾക്ക് വിശാലത ചെയ്താൽ ആ വർഷം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത ചെയ്യുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ വസ്സഅല അഹ്ലിഹി യൗമ ആശുറ വസ്സഅ അല്ലാഹു അലൈഹി സായിറ സനതി. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ കുടുംബബന്ധം ചേർക്കാനും കുടുംബത്തിന് വിശാലത ചെയ്യാനും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും മറ്റു ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാനും ആ സമയത്തെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന എന്നിവർ പറയാണ്, ജറബ്നാഹു മുൻദു 50 സന ഔ 60 സന ഫമാ റഅയ്നാ ഇല്ലാ ഖൈറാ. നാം ഈ ഹദീസ് സംബന്ധിച്ച് പ്രവർത്തിച്ച് 50 അല്ലെങ്കിൽ 60 വർഷം പരീക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഖൈറല്ലാതെ നൽകിയിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയതാണ്, നമ്മുടെ അനുഭവമാണ്. നമ്മുടെ കുടുംബത്തിൽ വിശാല ചെയ്തതിൻ്റെ കാരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം നന്മകൾ ചൊരിഞ്ഞിട്ടുണ്ട് എന്ന് മഹാനവർകൾ നമ്മെ ബോധ്യപ്പെടുത്തി. അതുപോലെ തന്നെ വേറെയും പല മഹാന്മാരും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ ആരാധനകൾ കൊണ്ട്, പുണ്യകർമ്മങ്ങൾ കൊണ്ട് വളരെയേറെ ധന്യമാക്കാൻ, അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കാനും വിശാലത ചെയ്യാനുള്ള അവസരമായി ഉപയോഗപ്പെടുത്താനും നാം ഓരോരുത്തരും സമയം കണ്ടെത്തേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ഈ ദിവസത്തെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ, അതിലൂടെ ഇരു ലോകത്തും വിജയം വരിക്കാൻ, അതിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി തയ്യാറാക്കിയ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ
നമുക്കെല്ലാവർക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.